ഹലോ കൂട്ടുകാരെ, നിങ്ങളിപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ കൂടി കടന്നുകൊണ്ടിരിക്കുകയാണോ? മാനസികമായി പിരിമുറുക്കം അനുഭവിക്കുകയാണോ? ഞാൻ എവിടെയെങ്കിലും പെട്ടുപോയി എന്ന വിഷമത്തിൽ നിങ്ങൾ തന്നെ വെറുത്തുകൊണ്ടിരിക്കുകയാണോ? ഈ പ്രശ്നങ്ങളെല്ലാം ശാശ്വതമല്ല. ഒരു ദിവസം തീരാവുന്നതേ ഉള്ളൂ. മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക, അല്ലാതെ എപ്പോഴും പ്രശ്നം എന്ന് പറയാതെ. ബി പോസിറ്റീവ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല. പല പ്രശ്നങ്ങളും നമ്മുടെ ചിന്തയിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ദുഷ്കരമായ സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റില്ല എന്നറിയാം. പക്ഷേ നമ്മൾ പോസിറ്റീവ് മൈൻഡോടെ ജീവിക്കണം. പോസിറ്റീവ് തിങ്കിങ് എപ്പോഴും വേണം. നല്ല ചിന്തകൾ, നെഗറ്റീവ് ചിന്തകളെ മാക്സിമം അവോയ്ഡ് ചെയ്യാം. എത്ര പ്രതികൂലമാണെങ്കിലും ഒരു തരി വിശ്വാസം വേണം. ചിന്തകൾക്ക് നമ്മിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങളെക്കൊണ്ട് അതിജീവിക്കാവുന്ന അല്ലെങ്കിൽ നിങ്ങളെക്കൊണ്ട് തരണം ചെയ്യാവുന്ന പ്രശ്നങ്ങളെ നിങ്ങൾക്കുള്ളൂ. പിന്നെ എന്തിനാണ് ഈ ഭാരങ്ങളെല്ലാം കൂടി തലയിൽ കയറ്റി വെച്ച് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? നിങ്ങൾ മനസ്സുകൊണ്ട് പറയണം, എത്ര വലിയ പ്രശ്നങ്ങളായാലും ശരി, ഞാനതിനെ ചാടിക്കടക്കും, ഞാനതിൽ വിജയിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു വാക്കിൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടായിരിക്കുകയുള്ളൂ. തോൽവികളും പരാജയങ്ങളും മനുഷ്യരായാൽ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. കഴിവില്ല എന്ന് പറഞ്ഞ് തള്ളിയവർക്ക് മുമ്പിൽ, നിന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് മുദ്ര കുത്തിയവർക്ക് മുമ്പിൽ ജയിക്കണ്ടേ? അതിന് നിങ്ങളുടെ ക്വാളിറ്റി നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളുടെ കഴിവുകളെ, നിങ്ങളുടെ ഉള്ളിലെ ജയാളിയെ മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കണം. നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഈ തള്ളിക്കളഞ്ഞവരും കളിയാക്കിയവരും നിങ്ങളെ തേടി വരും. അതൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പരാജയപ്പെട്ടു, ഞാൻ ഒറ്റയ്ക്കായി എന്ന് പറയാതെ, ഇത് എനിക്കൊരു പാഠമാണ്, ഇതൊരു പഠന അവസരമാണ്, ഞാൻ ഇതിൽ നിന്നും പഠിക്കും, ഞാൻ എന്നെ തന്നെ മാറ്റും, വിജയം എനിക്കുള്ളതാണ്, ഞാൻ ഒരിക്കലും എന്നെ തന്നെ കുറ്റപ്പെടുത്തില്ല എന്ന് മനസ്സുകൊണ്ട് തീരുമാനമെടുക്കണം. നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരെ, പിന്തുണയ്ക്കുന്നവരെ ചുറ്റിപ്പറ്റി നിൽക്കുക. നെഗറ്റീവായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് മാക്സിമം ഒഴിവാക്കുക. തിരിച്ചടികൾ നിങ്ങളുടെ ജീവിതത്തിലെ ചെറിയ ഭാഗം മാത്രമാണ്. നിങ്ങളുടെ ദീർഘകാല ലക്ഷ്യങ്ങൾ മനസ്സിൽ വയ്ക്കുക. അനുഭവങ്ങൾ പഠിപ്പിച്ച പാഠങ്ങളുമായി മുന്നോട്ട് പോകുന്നത് നിങ്ങളെ കൂടുതൽ ശക്തരും കരുത്തുറ്റ മനസ്സിന് ഉടമകളുമാക്കും. ഭൂതകാലത്തിലെ വേദനിപ്പിക്കുന്നതും ഇൻസൾട്ടഡുമായ ചിന്തകൾ മറക്കുക. ഭാവിയെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക. പരാജയത്തിൻ്റെ ഉറവിടം കണ്ടെത്തുക. വീണ്ടും അതിലേക്ക് വീഴാതിരിക്കുക. ചെറുതോ വലുതോ ആയ നിങ്ങൾക്ക് കഴിവുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിയുക. അതിൽ എക്സ്പെരിമെൻ്റ് ചെയ്യുക. ഒരു എക്സ്ട്രാ ഓർഡിനറി ആണെന്ന് തിരിച്ചറിയുക. നിങ്ങൾ എവിടെയും ഒറ്റപ്പെട്ടു പോയിട്ടില്ല എന്ന് ചിന്തിക്കുക. നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം, അയ്യോ എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ. അങ്ങനെ മറ്റുള്ളവരെ ഒരിക്കലും ആശ്രയിക്കാതിരിക്കുക. സ്വന്തം കാലിൽ നിലകൊള്ളുക. മനുഷ്യരായാൽ ചിലപ്പോൾ നമുക്ക് തരുന്ന സഹായങ്ങൾ ഒരുപക്ഷെ നാളെ വിളിച്ചു പറയാൻ അത് മതി. നിങ്ങളിലുള്ള സമൃദ്ധിക്ക് എപ്പോഴും പ്രപഞ്ചത്തോട് നന്ദി പറയുക. അത് നിന്നിലെ വീണ്ടും സമൃദ്ധിയുടെ വാതിൽ തുറക്കാൻ ഇടയാക്കും. നിങ്ങളുടെ സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, പറ്റില്ല എന്നും പറഞ്ഞ് പിന്മാറിയിരിക്കരുത്.